ഹലോ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു വളരെ മനസ്സിനെ ഒരുമാതിരി വേദനിപ്പിച്ചിട്ടൊരു വീഡിയോ. അതായത് നമ്മുടെ കഴക്കൂട്ടത്ത് ഒരു ബലാത്സംഗ ഒരു പീഡനം നടന്നായിരുന്നു. ഓക്കെ, അപ്പം പുള്ളിക്കാരന്റെ പ്രതിനെ പോലീസ് പിടിച്ചിട്ടുണ്ട്. കാരണം ഈ സംഭവം നടന്ന് ഉടനെ തന്നെ ആ പ്രതിയെ പിടിക്കാൻ പറ്റിയതിന് വളരെ ഒരു കാര്യം തന്നെ. അപ്പൊ നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായത് ഹോസ്റ്റലിൽ ഉറങ്ങിക്കിടന്ന പെൺകുട്ടിക്ക് നേരെയാണ് ഒരാൾ ലൈംഗിക അതിക്രമം നടത്തിയത്. ആ പ്രതിയെ ഇന്ന് രാവിലെയാണ് പോലീസ് സാഹസികമായി പിടികൂടിയത്. ആ പ്രതി ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പണിയെന്ന് പറഞ്ഞാൽ മോഷണമാണ്. അങ്ങനെയാണ് ഈ പറയുന്ന കഴക്കൂട്ടത്ത് ഈ പെൺകൊച്ചിന് ഹോസ്റ്റലിൽ കയറുകയും ആ പെൺകൊച്ചിന് ബലാത്സംഗം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഓക്കെ, അപ്പം ആ പ്രതിനെയാണ് ഈ പറയുന്ന ഇപ്പൊ പോലീസ് പിടിച്ചിരിക്കുന്നത്. വളരെ സാഹസികമായി അഭിനന്ദിക്കേണ്ട കാര്യമാണ് പോലീസിന്. കാരണം പെട്ടെന്ന് തന്നെ പോലീസ് അവരെ പെട്ടെന്ന് തന്നെ കസ്റ്റഡി എടുക്കേണ്ടി വന്നു. 200-ഓളം ക്യാമറകൾ, കാരണം ഈ ഹോസ്റ്റലിന്റെ പരിസരത്ത് ഒരു ക്യാമറ പോലും ഇല്ല. ഓക്കെ, അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ നാടിന്റെ ആവശ്യം എന്താണ്. ഹോസ്റ്റലിലായിക്കോട്ടെ, സ്ത്രീകൾ താമസിക്കുന്നോട്ടെ, നമ്മൾ ഒരു കെയർഫുൾ ആയിട്ട് കാണേണ്ട സ്ഥലങ്ങളിൽ മാക്സിമം ക്യാമറ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ പരിസരത്ത് ഒരു ക്യാമറയിലും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ എത്രത്തോളം സുരക്ഷയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം പല സംഭവം നടന്നതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യണം, പല സുരക്ഷയും പല നിയമങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലും ഒക്കെ നടപ്പിലാകുന്നു. ഓക്കെ, അപ്പോൾ ആ പരിസരത്ത് ഒരു CCTV ക്യാമറ ഉണ്ട്. അത് ആരാണെന്ന് പോലും മനസ്സിലായില്ല. പിന്നെ അതിനുശേഷം പോലീസ് 200-ഓളം ക്യാമറ ശേഷമാണ് ഈ പ്രതിയിലേക്ക് എത്തിച്ചേരുകയുണ്ടായത്. ഓക്കെ, ഈ പ്രതി എന്ന് വെച്ചാൽ നേരെ തമിഴ്നാട്ടിൽ കടന്നു കളഞ്ഞു. ഓക്കെ, തമിഴ്നാട്ടിൽ കടന്ന് മധുരയിൽ നിന്നാണ് പുലർച്ചെയാണ് ഈ പറയുന്ന പ്രതിനെ പിടിക്കുകയുണ്ടായത്. ഓക്കെ, അപ്പം ഈ ബലാത്സംഗം നടക്കുന്ന സമയം എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ്. ഓക്കെ, ഈ പുലർച്ചെ നടന്നതിന് ശേഷം എന്ത് ചെയ്തു, ഈ പ്രതി മതിൽ ചാടി കടന്നു കളയുകയും ചെയ്തു. അപ്പൊ അതിനുശേഷമാണ് ഈ പറയുന്ന പോലീസ് പല CCTV ക്യാമറ ഫുട്ടേജ് പരിശോധിച്ചതിന് ശേഷമാണ് ഈ പ്രതിയിലേക്ക് എത്തിച്ചേരുന്നത്. വളരെ സാഹസികമായി പ്രതിയെ പിടിക്കുകയും സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു. ഓക്കെ, ആ ദൃശ്യമാണ് ഈ പറയുന്നത് കണ്ടു. മോഷണം ലക്ഷ്യത്തോടുകൂടി ഇയാൾ ഹോസ്റ്റലിലേക്ക് കയറുന്നു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഇയാൾ ഹോസ്റ്റലിലേക്ക് കയറി യുവതിയെ അതിക്രൂരമായി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുന്നത്. ജീവൻ ഭയം കൊണ്ട് ഈ പെൺകുട്ടിക്ക് ആദ്യം ഒച്ച വെക്കാൻ സാധിച്ചിരുന്നില്ല, നിലവിളിക്കാൻ സാധിച്ചിരുന്നില്ല. അയാൾ പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചതിന് ശേഷം പെൺകുട്ടി പിന്നീട് നിലവിളിച്ചപ്പോൾ ഹോസ്റ്റലിന്റെ മതിൽ വഴി പുറകിലെ പുരയിടത്തിൽ കൂടി ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വളരെ ക്രൂരമായിട്ട് ആ പെൺകൊച്ചിനെ പീഡിപ്പിക്കുകയും ചെയ്തത്. നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ആലോചിച്ചു, ആ പെൺകൊച്ചിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും, ആ പേടി, ഒരാളെ കാണുമ്പോൾ ഉള്ള പേടി എന്തായിരിക്കും, അല്ലെങ്കിൽ ആ സാഹചര്യം, ആ ട്രോമ എത്ര കാലം നിലനിൽക്കും. അങ്ങനെയുള്ള ആളിനെയാണ് തലയിലെ തുണിയൊക്കെ ഇട്ട് കൊണ്ടുപോകുന്നത്. എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്, ഈ തലയൊക്കെ മറച്ചു കൊണ്ടുവന്നിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലും പ്രോട്ടോകോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഈ എന്തിനാണ് ഈ തുണി മറച്ചു കൊണ്ടുപോകുന്നത് എനിക്കറിയത്തില്ല. നാളെ ഇവനൊക്കെ തന്നെ സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ കോടതി നിന്നൊക്കെ നാളെ ജയിലിൽ നിന്നൊക്കെ ഇവനൊക്കെ പുറത്തിറങ്ങിയ ശേഷം നാളെ ഒരു പെങ്കൊച്ചിനോട് അവമര്യാദ പെരുമാറിയ ഇത് അയാളാണെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ചെറ്റത്തരം കാണിച്ചവനെ പിന്നെ എന്ത് ചെയ്യണം? നമ്മളെ മുഖം മൂടിയിട്ട് കൊണ്ടുപോകണം എന്തെങ്കിലും കാര്യമുണ്ടോ? അത് ഒരു എനിക്ക് തോന്നുന്നില്ല. കാരണം പല ആൾക്കാരെ അറിഞ്ഞിരിക്കണം ഇതുപോലെയുള്ള, എങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ ഇതുപോലെയുള്ള ക്രിമിനലുകളിൽ. നമ്മുടെ വീട്ടിലെ മോഷണം നടന്ന് എന്ത് ചെയ്യും? നാളെ ഇറങ്ങി വരും. നാളെ പല കേസുകളിൽ നിന്നിട്ട് നാളെ ജാമ്യം കിട്ടിയവനൊക്കെ ഇറങ്ങി വരും. നാളെ ഈ പണിയെ കാണിക്കും. ഗോവിന്ദചാമിയെ തന്നെ കണ്ടിട്ടില്ല. അപ്പൊ പല ആൾക്കാരും നമ്മുടെ നാടിന് വളരെയധികം സുരക്ഷാ ഭീഷണി കാര്യങ്ങളൊക്കെ ഉണ്ട്. പല സുരക്ഷയായിട്ടുള്ള ക്രമീകരണം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളാണ് നമ്മുടെ ഇപ്പൊ നടക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളത്. ഞാൻ പറഞ്ഞ പലതരത്തിലുള്ള ക്യാമറകൾ വെക്കുക, മെയിനായിട്ട് സുരക്ഷ ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് CCTV ക്യാമറ വെക്കുക. വളരെ സുരക്ഷിതമായിട്ട് എപ്പോഴും ജാഗരൂകമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഏത് നിമിഷവും നമുക്ക് എന്താ സംഭവിക്കാം. അത് ആണെന്നല്ല പെണ്ണെന്നില്ല, മോഷണങ്ങൾ സംഭവിക്കാം, പല കൊലപാതകം നടക്കും. ഇന്ന് സ്വർണത്തിന് വളരെയധികം റേറ്റ് കൂടിക്കുന്ന സമയമാണ്. പലതരത്തിലുള്ള മോഷണങ്ങളും നടക്കാം. ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരുപാട് കേസുകൾ, മാല മോഷ്ടിക്കുന്ന കേസിലും പുറകെ കിടക്കുമ്പോൾ ലേഡീസിന്റെ കാലില് കുലുസുകൾ കട്ടിയെടുത്തിട്ട് പോകുന്ന പരിപാടിയാണ്. പല ആൾക്കാർക്കും പല കേസുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്രിമിനലുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഈ പറയുന്ന സ്വർണത്തിന് വിലയേറി വരുമ്പോൾ മോഷണത്തിന്റെ കൂടാം. കാരണം മോഷ്ടിക്കാൻ വന്ന ഒരാളാണ് ഈ പറയുന്ന പെൺകൊച്ചിനെ ബലാത്സംഗം ചെയ്തത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ നോക്കുക. CCTV ക്യാമറ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എല്ലാ സ്ഥലങ്ങളിലും CCTV, ഇപ്പൊ കടകളിലായിക്കോട്ടെ പല സ്ഥലങ്ങളിലും CCTV ക്യാമറ ഒക്കെ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഒരു തെളിവും കാണത്തില്ല, തുമ്പില്ലാതെ ചിലപ്പോൾ തപ്പിപ്പോവും. അപ്പൊ അതുകൊണ്ട് ഇന്ന് പല ആൾക്കാരെയും പിടിക്കാൻ പറ്റുന്ന പല CCTV ദൃശ്യങ്ങളും ഉണ്ടാണ്. പല കട 200 CCTV, ഇപ്പം ഇതിൽ തന്നെ 200, ഞാൻ നേരത്തെ പറഞ്ഞ 200
CCTV ക്യാമറ പരിശോധിച്ചതുകൊണ്ടാണ് പല കേസുകളും CCTV ക്യാമറ ഉള്ള പല കേസുകളും പല തുമ്പുകളും കിട്ടിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് സുരക്ഷകൾ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യങ്ങൾ അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് മാക്സിമം അതിനുള്ള നിയമ നടപടികളൊക്കെ എടുക്കണം. അത് നന്നായിരിക്കാം എന്ന് എനിക്ക് പറയാനുള്ളൂ. ബാക്കി നമുക്കൊന്ന് 3 SHOമാർ അതോടൊപ്പം തന്നെ ഡാൻസ് അപ്പ് സംഘം അടക്കമുള്ള വിപുലമായ അന്വേഷണ സംഘമാണ് ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിയത്. ഏറ്റവും ഒടുവിൽ ഇന്ന് പുലർച്ചെയോടുകൂടി മധുരയിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. നമ്മളെ തെളിവുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളെ കണ്ടുപിടിക്കുന്നെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് CCTV പോലത്തെ പല കാര്യങ്ങളും വേണം. ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു തുമ്പ് കണ്ടെത്താൻ പറ്റത്തില്ല. ആരെന്ന് പറഞ്ഞാൽ ആരെ തപ്പാൻ പറ്റും? ഹോസ്റ്റലിലോ ഒരു ക്യാമറ ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ സംഭവിക്കുക എന്ത് ചെയ്യും? പല ആൾക്കാർക്കും തെളിവ് കിട്ടാൻ ചില പ്രയാസപ്പെടുകയായിരിക്കും. അതുപോലെ തന്നെ നിരവധി പെൺകുട്ടികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ടെക്നോ പാർക്ക് പരിസരം. ആ പരിസരത്താകെ വലിയ നെട്ടലുണ്ടാക്കിയ സംഭവമാണ്. നിരവധി വീടുകളാണ് ഇവിടെ ഹോസ്റ്റലുകളായി പ്രവർത്തിക്കുന്നത്. അവിടെയൊക്കെ തന്നെ താമസിക്കുന്ന പെൺകുട്ടികളുടെ സുരക്ഷയെ പറ്റി വലിയ ഈ സംഭവം നടന്നു. അപ്പം തൊട്ടടുത്തുള്ള ഹോസ്റ്റലുകളൊക്കെ എന്ത് ചെയ്യണം? അവർക്ക് അവിടെ കിടന്ന കുട്ടികൾക്ക് എന്ത് പേടി ഉണ്ടായിരിക്കും? എന്തിനു പറയുന്നു? ഇതിന് ഇരയായിട്ടുള്ള കുട്ടിക്ക് എന്തുമാത്രം മാനസികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ടായിരിക്കും, ട്രോമകൾ നേരിടുന്നുണ്ടായിരിക്കും. അപ്പൊ ഇത്രയും ഒരു സുരക്ഷിതം എന്ന് പറയുന്ന സാധനം നമുക്ക് ഇല്ല എങ്കിൽ എങ്ങനെയാണ് സമയമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുക? അതല്ലേ പ്രശ്നം. ഇതല്ലേ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, CCTV ക്യാമറ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയുള്ള സ്ഥലങ്ങളിൽ CCTV ക്യാമറ വെക്കുക. വെച്ചില്ല എങ്കിൽ പല തരത്തിലുള്ള കാര്യങ്ങൾ, കുറ്റകൃത്യങ്ങൾ നടക്കും. നമുക്കൊന്നിനും തുമ്പില്ലാതാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം അവിടെ ആ ഹോസ്റ്റലിൽ താമസിക്കുന്ന പരിസരങ്ങളിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഏരിയകളാണ്. അപ്പൊ ആ താമസിക്കുന്ന ഏരിയകൾക്ക് എത്ര ആൾക്കാർക്ക് അവിടുത്തെ താമസിക്കുന്ന കുട്ടികൾക്ക് ആശങ്ക ഉണ്ടായിരിക്കും. അവരെ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും എന്തുമാത്രം പേടി അവർക്ക് ഉണ്ടായിരിക്കും, വീട്ടുകാർക്ക്. കാരണം ഇത്ര ദൂരം നിന്ന് അവരെ വിദ്യാഭ്യാസത്തിനോ പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്കോ, കാരണം കഷ്ടപ്പെട്ട് വളർത്തി കുട്ടികൾ പ്രതീക്ഷയോടെ ആയിരിക്കും നമ്മളൊരു ജോലിയിലേക്കോ വിദ്യാഭ്യാസത്തിലേക്കോ പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതിനൊരു അവർക്കൊരു ട്രോമ ഉള്ള രീതിയിലേക്ക് അത് വരികയാണെങ്കിൽ, ഭയത്തോടെ വരികയാണെങ്കിൽ അവർക്ക് എങ്ങനെ അവിടെ ജീവിക്കാൻ സാധിക്കും? എങ്ങനെ അവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കും? അപ്പോൾ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുക. ഇതുപോലുള്ള പ്രതികളെ വെറുതെ വിടാതിരിക്കുക. ജാമ്യത്തിൽ കുറച്ച് കഴിയുമ്പോൾ ജാമ്യത്തിൽ വിടാതിരിക്കുക. മുഖംമൂടി ധരിച്ച് കൊണ്ടുവന്ന നാളെ അയാളെ തിരിച്ചറിയാൻ പറ്റും. നാളെ ഈ കുറ്റം അയാൾ ആവർത്തിക്കുമെന്ന് ആര് കണ്ടു? അപ്പോൾ ഈ പ്രതിനെ ഒരിക്കലും നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഒരു വലിയ ശിക്ഷ തന്നെ ഈ പ്രതിക്ക് കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. താങ്ക് യു ഗൈസ്. ലവ് യു ഗൈസ്.